ഇവിടെ ഒളിച്ചോടി പോയതാണോ? അല്ല അവൾ ആരെങ്കിലും തട്ടിക്കൊണ്ടതാണോ? അല്ലെങ്കിൽ അവള് അവിടെ എവിടെയെങ്കിലും പോയി നിന്നതാണോ? അല്ലെങ്കിൽ ഈ ഭർത്താവിന്റെ പീഡനങ്ങൾ സഹിക്കാൻ പറ്റാതെ പോയതാണോ എന്നൊക്കെ പറഞ്ഞിട്ട് അലമൊളി വിളിക്കുന്ന ഒരുപാട് ഓൺലൈൻ ആങ്ങളമാരുണ്ടായിരുന്നു. ഈ CC ക്യാമറയില് ഈ വ്യക്തിയോടൊപ്പം ഈ സ്ത്രീ ഒരു ബേക്കറിയാ സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കുന്നതും കുട്ടിക്ക് ഐസ്ക്രീം അടക്കം വാങ്ങിച്ചു കൊടുക്കുന്നതുമായിട്ടുള്ള വീഡിയോസ് ആണ് ഇപ്പൊ ഈ കാണുന്നത്. ഇവള് ഒളിച്ചോടി പോയതാണ് എന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. കോഴിക്കോട് ബാലുശ്ശേരിയില് ഈ പ്രവാസിയുടെ ഭാര്യ ഒളിച്ചോടിപ്പോയ വാർത്ത നിങ്ങളെല്ലാവരും കണ്ടല്ലോ. അത് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ്. എന്നാൽ ഈ ഒളിച്ചോടിപ്പോയ ഈ എവളുടെയും പിന്നെ ഈ കാമുകൻ്റെയും ഒരു വീഡിയോ ഇപ്പം പുറത്ത് വന്നിട്ടുണ്ട്. അതായത് CCTV ഫുട്ടേജാണ്. ഏതോ ബേക്കറിയിൽ ചെന്നിട്ട് എന്തോ സാധനങ്ങൾ വാങ്ങിക്കുന്നു, കൊച്ചിന് എന്തൊക്കെയോ വാങ്ങിക്കൊടുക്കുന്നു. ആ ഒരു വീഡിയോ ആണ് നിലവിൽ പുറത്ത് വന്നിരിക്കുന്നത്. അതായത് യാതൊരു ഉളുപ്പുമില്ല ഇപ്പോഴും ഈ ഒരു സംഭവം നടന്നിട്ട്. ശരിക്കും പറഞ്ഞാൽ ആ ഭർത്താവ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഇതിനകത്ത് എന്ത് തെറ്റിയത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അയാൾ വളരെ നിസ്സഹായനായിട്ട് വന്ന് സമൂഹത്തിൻ്റെ മുന്നിൽ പറയുവാണ്, ഞാൻ നാട്ടിൽ വരുന്ന സമയത്ത് എൻ്റെ ഭാര്യയെ കാണാനില്ല, എൻ്റെ മകനെയും കാണാനില്ല, എനിക്ക് എൻ്റെ മകനെയെങ്കിലും തിരിച്ച് കിട്ടിയാൽ മതി എന്നാണ് ആ ഒരു മനുഷ്യൻ എല്ലാവരുടെയും മുന്നിൽ വന്ന് സംസാരിച്ചത്. ഇനി ഇതിനകത്ത് വേറൊരു സൈഡും കൂടി ആൾക്കാർ പറയുന്നുണ്ട്. ഈ ഭാര്യയ്ക്ക് വേണ്ട പരിഗണന ഭർത്താവ് കൊടുത്തിട്ടില്ല. നാട്ടിലോട്ട് ചിലവിന് പൈസ അയക്കുന്ന സമയത്ത് പോലും ഈ പെൺകുട്ടിക്ക് പൈസ അയക്കത്തില്ല, നേരെ മറിച്ച് അയാളുടെ സിസ്റ്ററിനെങ്ങാണ്ടാണ് പൈസ അയക്കുന്നത്. അപ്പം ഈ പുള്ളിക്കാരത്തേക്ക് ഭർത്താവിൽ നിന്ന് സ്നേഹം കിട്ടുന്നില്ല, വേണ്ടത്രയും പരിഗണന കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഈ പറയുന്നവള് ഒളിച്ചോടി പോയെന്ന് ഒരു വിഭാഗം ആൾക്കാർ പറയുന്നുണ്ട്. എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും ഇവിടെ മനസ്സിലാക്കട്ടെ, നിങ്ങൾക്ക് എന്താ പറയണ്ട, മുന്നോട്ട് ജീവിക്കാൻ താല്പര്യമില്ലെങ്കിൽ ചെയ്യേണ്ട എന്താ, ഡിവോഴ്സിന് കൊടുക്കുക. നമ്മുടെ നാട്ടിൽ നിയമമുണ്ട്. ഡിവോഴ്സ് ചെയ്തിട്ട് നിങ്ങൾ പൊക്കോ. അല്ലാതെ ഒരു ഭാര്യ നിലവിൽ കല്യാണം കഴിച്ച് ലീഗലി ഒരു ഭാര്യ നിലവിൽ ഇരിക്കുമ്പം മറ്റൊരാളുമായിട്ട് പോകുന്നതും അത് മാത്രമല്ല, ഈ കാമുകൻ എന്ന് പറയുന്നവന് 3 പിള്ളേരുണ്ട്, അവന് ഒരു ഭാര്യയുണ്ട്. എന്നിട്ട് അവൻ കാണിച്ച പരിപാടി എന്താ? അപ്പം ഈ കാണിക്കുന്ന പ്രവൃത്തിയോടെ ഒരിക്കലും ഒരു മനുഷ്യർക്കും യോജിക്കാൻ പറ്റത്തില്ല. ഇതിനൊക്കെ ഒരു പ്രത്യേക നിയമം കൊണ്ടുവരണം. മനസ്സിലായില്ലേ? അത് ഇവിടെ നമ്മുടെ നിയമത്തെയാണ് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ചോദ്യം ചെയ്യേണ്ടത്. എന്തായാലും നമുക്ക് ആ CCTV ഫുട്ടേജ് ഒന്ന് കാണാം. ഇവിടെ ഒളിച്ചോടി പോയതാണോ? അല്ല അവൾ ആരെങ്കിലും തട്ടിക്കൊണ്ടതാണോ? അല്ലെങ്കിൽ അവള് അവിടെ എവിടെയെങ്കിലും പോയി നിന്നതാണോ? അല്ലെങ്കിൽ ഈ ഭർത്താവിന്റെ പീഡനങ്ങൾ സഹിക്കാൻ പറ്റാതെ പോയതാണോ എന്നൊക്കെ പറഞ്ഞിട്ട് അലമൊളി വിളിക്കുന്ന ഒരുപാട് ഓൺലൈൻ ആങ്ങളമാരുണ്ടായിരുന്നു. അവർ ചോദിച്ചത് കാരണം പോലീസ് നീയാണോ ജഡ്ജി, നീയാണോ തീരുമാനിക്കുന്നത്? അവൾ ഒളിച്ചോടി പോയതല്ല, അവൾ ഇങ്ങനെ പോയതാണ്, അങ്ങനെ പോയത്. അത് വേറൊരു കോമഡി. ഈ CCTV ഫുട്ടേജ് നിങ്ങൾ കണ്ടില്ലേ? അപ്പം ഈ ഫുട്ടേജ് കാണിച്ചിട്ട് ഈ ഫുട്ടേജ് പുറത്ത് വിട്ട വ്യക്തി പറയുന്ന കുറച്ച് ഡയലോഗുണ്ട്. അതായത് അവൾ ഒളിച്ചോടി പോയെന്ന് എങ്ങനെ ഉറപ്പ് പറയാൻ പറ്റും? നീയാണോ തീരുമാനിക്കുന്നത്? നീയാണോ കോടതി? ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കിടക്കുന്ന കുറേ വായി നോക്കിയത്. അതായത് സ്റ്റിൽ അവരെ സപ്പോർട്ട് ചെയ്യുവാണ്. ഈ അമ്മയെ തല്ലിയ 2 വർഷം ഉണ്ടെന്ന് പറയുന്ന നാട്ടിൽ എന്താ നമ്മൾ പിന്നെ മറുപടി പറയേണ്ടത് ഇതിനൊക്കെ? ഒരു മനുഷ്യൻ ഇത്രയും നാൾ പോയി കഷ്ടപ്പെട്ട്, അതായത് ഇവരുടെ വീടൊക്കെ ജപ്തിയിലോട്ട് പോകുന്ന സമയത്തെങ്ങാണ്ടാണ് ആ ഒരു മനുഷ്യൻ ഗൾഫിൽ പോയത്. അത്രയും നാൾ അവിടെ കിടന്ന് കഷ്ടപ്പെട്ടിട്ടാണ് ഈ പുള്ളി ഇപ്പം നാട്ടിൽ വന്നത്. എന്നിട്ട് ഈ ഒരു വ്യക്തിയോടെ ഈ ചെയ്തത് എന്തുമാത്രം തെമ്മാടിത്തരം. ഈ ന്യായീകരിക്കുന്ന ആൾക്കാരെ ഒന്ന് ആലോചിക്കണം. നിങ്ങളുടെയൊക്കെ സ്വന്തം കുടുംബത്തിൽ വരുമ്പോഴേ അത് മനസ്സിലാവത്തുള്ളൂ. ഇപ്പോഴും ആ മനുഷ്യൻ ഇതിനകത്ത് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വേണ്ട ഓടി നടക്കുക. പക്ഷേ ഒരു കാര്യം എനിക്കറിയാം, കുട്ടി എന്തായാലും കിട്ടാനായിട്ട് പോകുന്നില്ല. കാര്യം നമ്മുടെ നിയമം അങ്ങനെയാണ്. അതിൽ ഏറ്റവും വലിയ എക്സാമ്പിളാണ് രഞ്ജീഷ് എന്ന് പറയുന്ന ആ ഒരു ബസ് ഡ്രൈവർ ഉണ്ടല്ലോ, പുള്ളിയുടെ വിഷയം. കാര്യം അയാൾക്കും ഇതുപോലെ ഒരു ഇൻസിഡൻ്റ് അയാൾക്ക് സംഭവിച്ചത്. എന്നിട്ടും അയാൾ ആ കുട്ടിയെ ചേർത്ത് പിടിച്ച് കുറേ നാൾ അതിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്തു. പക്ഷേ കോടതി വിധി എന്താ പറഞ്ഞത്? കുട്ടിയെ അമ്മയ്ക്ക് വിട്ടുകൊടുക്കണമെന്നാണ് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ഇപ്പം ഇവളെ കണ്ടില്ലേ, ആ ഒരു CCTVക്കകത്ത് കാമുകനെ കെട്ടിപ്പിടിച്ചോണ്ടാണ് നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡയലോഗ് അടിച്ചിട്ട് വന്ന ഒരുപാട് അവന്മാർക്കുള്ള മറുപടിയാണ് ഈ CC ക്യാമറ ദൃശ്യങ്ങൾ. ഈ CC ക്യാമറയില് ഈ വ്യക്തിയോടൊപ്പം ഈ സ്ത്രീ ഒരു ബേക്കറിയാ സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കുന്നതും കുട്ടിക്ക് ഐസ്ക്രീം അടക്കം വാങ്ങിച്ചു കൊടുക്കുന്നതുമായിട്ടുള്ള വീഡിയോസ് ആണ് ഇപ്പൊ ഈ കാണുന്നത്. അപ്പം ഈ കാണുന്ന വീഡിയോസ് നിങ്ങൾ കണ്ടല്ലോ. ഇപ്പം ഇതാണ് ഇതിന്റെ തെളിവ്. ഇവള് ഒളിച്ചോടി പോയതാണ് എന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. ഞാനൊരു വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ അതിന്റെ ഇവിടെ ഇത്രയും വിവാദങ്ങളും പ്രശ്നങ്ങളും നടന്നിട്ടും ഒരു കൂസലും ഇല്ലാതെ ഇങ്ങനെ ഇറങ്ങി നടക്കുമെന്ന് പറയുമ്പോൾ സമ്മതിച്ചു കൊടുക്കണം അല്ലേ? അപ്പോൾ ഓൾറെഡി ഇതെല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിട്ട് ചെയ്ത പരിപാടിയാണ്. മാത്രമല്ല, ഈ ഒളിച്ചോടി പോയവൻ എന്തോ ഭയങ്കര ഡ്രഗ് അഡിക്റ്റാന്ന് പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ വല്ലതും ആണെങ്കിൽ അവളുടെ ജീവിതം തീർന്ന്. ഓൾറെഡി അവൾ കാണിച്ച തെമ്മാടത്തരം എന്താണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പം ഈ പറയുന്നവൻ മദ്യത്തിന് അടിമയോ അല്ലെങ്കിൽ ഈ പറയുന്ന ഡ്രഗ് അഡിക്റ്റോ വല്ലതും ആണെങ്കിൽ ഇവളുടെയൊക്കെ ലൈഫ് ഇവളൊക്കെ സത്യം പറഞ്ഞാൽ അനുഭവിക്കണം എന്ന് ഞാൻ പറയത്തുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു മനുഷ്യൻ അനുഭവിച്ച വേദനയുണ്ടല്ലോ, ആ ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ നീറിയതുണ്ടല്ലോ, ദൈവമായിട്ട് ഇവൾക്ക് തിരിച്ചു കൊടുക്കണം. എങ്കിലേ ഇവളൊക്കെ പഠിക്കത്തുള്ളൂ. ഒരു മര്യാദ വേണ്ടേ? ആ ഒരു കൊച്ചിൻ്റെ ഭാവി എന്ന് ആലോചിച്ച് നോക്ക്. കുറച്ച് നാൾ കഴിയുമ്പോൾ ആ ഒരു കൊച്ചിനെ പോലും നേരെ ശ്രദ്ധിക്കാത്തൊരവസ്ഥയിലോട്ട് പോകും. അതുകൊണ്ട് ആ കൊച്ചിൻ്റെ കാര്യത്തിലെങ്കിലും
എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ നിയമം ആൾക്കാർ എല്ലാവരും കൂടെ ഇടപെട്ടിട്ട് ചെയ്തു കൊടുക്കണമെന്ന് എനിക്ക് പറയാനുള്ളൂ. കാര്യം ആ ഒരു മനുഷ്യൻ ജീവനോടിരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ കാണുന്നൊരവസ്ഥ എന്താ? സുഖമായിട്ട് ഒരു കുഴപ്പവും ഇല്ലാതിരിക്കുന്ന സമയത്താണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഇനി വേറൊരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഇവളുടെ ഭാഗത്തുള്ള ന്യായീകരണങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. ഇവളിനി മേ ബി ഒരു ഇൻ്റർവ്യൂ ആയിട്ട് വരാം, അല്ലെങ്കിൽ ഏതെങ്കിലും വോയിസ് ആയിട്ട് പല ആൾക്കാർക്കും കൊടുക്കാം. അതായത് അവളുടെ ഭാഗം ന്യായീകരിച്ചു കൊണ്ട് മാത്രമായിരിക്കും അവൾ സംസാരിക്കുന്നത്. അതായത് ഭർത്താവിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടായിരിക്കും അവൾ സംസാരിക്കുന്നത്. നോക്കിക്കോ, അങ്ങനെ തന്നെ ആയിരിക്കും ഇവിടെ നടക്കാൻ പോകുന്നത്. വ്യക്തമായ തെളിവുകളും അതിന്റെ ആളുകളിൽ നിന്നുള്ള ഇൻഫർമേഷനും കാര്യങ്ങളും പ്രകാരമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അല്ലാതെ വെറുതെ വന്നിട്ട് നിങ്ങളോട് ഇങ്ങനെ ഡയലോഗ് അടിച്ചിട്ട് പോകുന്നതൊന്നുമല്ല. അതാണ് ഇപ്പൊ നിങ്ങൾ കണ്ടത്. കാരണം ഇവര് ഒളിച്ചോടി പോകുന്ന സമയത്ത് സൂപ്പർ മാർക്കറ്റിൽ കയറിയതും അവിടുന്ന് ഭക്ഷണം, ഫുഡ് ഐറ്റംസുകളും ചോക്ലേറ്റുകളും കുട്ടിക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങിക്കുന്നതും കാര്യങ്ങളാണ് നിങ്ങൾ ഈ കാണുന്ന വീഡിയോ. ഒരു കൂസലുമില്ലാതെ കുട്ടിക്ക് ആഹാരമൊക്കെ മേടിച്ചിട്ട് ജോളിയായിട്ട് എവിടെ ടൂറിന് പോകുന്ന രീതിയിൽ പോവുകയാണ്. ആ CCTV ഫുട്ടേജ് കണ്ടില്ലേ? അവരെ കണ്ടിട്ടൊന്നും എനിക്കെന്ത് പറയണ്ടേ, അവർക്ക് ഇതിൻ്റെ ഒരു റിഗ്രറ്റ് ഒന്നും ഇല്ല കേട്ടോ. ഇവർ ഓൾറെഡി പ്ലാൻ ചെയ്ത് ഇത് കുറേ നാളുകളായിട്ടുള്ള പ്ലാനിങ് ആണെന്ന് തോന്നുന്നു. അതായത് ഒരു മൊബൈൽ ഷോപ്പ് കടക്കാരനാണ്. അതായത് മൊബൈൽ നന്നാക്കാൻ പോയ സമയം തൊട്ട് തുടങ്ങിയ ബന്ധമാണ്. അതെന്തൊരു ബന്ധമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരാളുടെ ഒരു ഷോപ്പിൽ ചെല്ലുന്നു, മൊബൈൽ റെഡിയാക്കാനായിട്ട് കൊടുക്കുന്നു, പിന്നെ അതിൽ ത്രൂ സ്നേഹമാവുന്നു. എന്തുവാടെ ഇത്? ഇപ്പം എന്താ പറയണ്ട, സ്നേഹത്തിന് കണ്ണും മൂക്കൊന്നും ഇല്ലെന്ന് പറയുന്ന കണക്ക് അറ്റ്ലീസ്റ്റ് ഈ ഒരു കാര്യം ചിന്തിക്കാതെ. കാര്യം ആർക്കും ആരുടെ കൂടെ വേണമെങ്കിലും ജീവിക്കാം, എന്ത് റിലേഷൻഷിപ്പോ കാര്യങ്ങളോ എന്തൊക്കെ വെച്ചോ. പക്ഷേ ലീഗലി ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞായിരുന്നെങ്കിൽ അതിനൊരു അന്തസ് ഉണ്ടായിരുന്നേനെ. ഇത് ലീഗലി ഡിവോഴ്സ് ചെയ്യാതെയാണ് ഈ ഒരു പണി കാണിച്ചത്. ഇതിപ്പം കല്യാണം കഴിഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ നമുക്കൊന്നും ഇതിനകത്ത് വന്നിരുന്ന അഭിപ്രായം പറയാൻ പറ്റത്തില്ല. മനസ്സിലായ? ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ കല്യാണവും കഴിഞ്ഞ് ആ ഒരു ഭർത്താവും എഫക്റ്റഡായി, ഓപ്പോസിറ്റ് നിൽക്കുന്ന അവൻ്റെ ഭാര്യയും അവൻ്റെ മക്കളും അവരുടെയൊക്കെ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കുക. ഇനി നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടത്? അപ്പം ഇത് കുറെ ആൾ ചോദിക്കുന്നുണ്ട്, നീ ജഡ്ജാണോ, നീ വക്കീലാണോ, നീ പിന്നെ പോലീസാണോ എന്നുള്ളത്. പോലീസുകാർക്ക് പോലും ഇവരെ കണ്ടെത്താൻ വേണ്ടിയിട്ട് സമയം എടുത്തിട്ടുണ്ട്. കാരണം ഒരുപാട് എന്തായി എന്നുള്ളത് പോലും അറിയാതെ അവർ മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്തിട്ട് അതിന്റെ റിപ്പോർട്ട് ഇവർ ഫോണും എല്ലാം ഉപയോഗിക്കാതെ നിന്നതുകൊണ്ട് തന്നെ പോലീസുകാർക്ക് പോലും കണ്ടെത്താൻ വേണ്ടിയിട്ട് വൈകിട്ടുണ്ട്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, പോലീസുകാർക്ക് എന്താ കണ്ടെത്താൻ പറ്റാത്തത്? ഇപ്പോൾ ഒരു 12 വയസ്സുള്ള ഒരു കൊച്ചു കുട്ടിയെ കാണാതെ പോയിട്ട് പോലീസ് പൂനെ പോയി കണ്ടുപിടിച്ചുകൊണ്ട് വന്ന്, അതായത് ഒരു രീതിയിലും ആ കുട്ടിയെ ട്രാക്ക് ചെയ്യാനായിട്ട് പോലീസിന് പറ്റുന്നില്ല. ഇപ്പം എന്താ ചെയ്തത്? ഈ പെൺകുട്ടിക്ക് ഒരു ആൺ സുഹൃത്തെന്ന് പറയുന്ന ഒരുത്തനുണ്ടെന്നും പറഞ്ഞ് അവനാണ്ട് 10-25 വയസ്സുണ്ട്. അപ്പം അവൻ്റെ പോലും മൊബൈൽ ട്രേസ് ചെയ്യാൻ പറ്റുന്നില്ല. അതായത് അപ്പം അവൻ്റെ ഇൻസ്റ്റാഗ്രാം എടുത്തു, അവൻ്റെ ഇൻസ്റ്റാഗ്രാം വഴി വേറെ അവൻ്റെ ഒരു കൂട്ടുകാരനെ കൊണ്ട് ചാറ്റ് ചെയ്യിപ്പിച്ചു, അങ്ങനെ അവരുടെ ലൊക്കേഷൻ എടുത്തു, അങ്ങനെ പോയിട്ട് പോലീസുകാർ കണ്ടെത്തി ആ കുട്ടി ഇപ്പോൾ സേഫായിട്ട് നാട്ടിലെത്തിച്ചിട്ടുണ്ട്. അതായത് കേരള പോലീസ് എന്ന് പറയണത് ചുമ്മാതെ അല്ല. കേരള പോലീസ് വിചാരിച്ചു കഴിഞ്ഞാലാണ് ഇവരെ കിട്ടാൻ പാട്. ഇവരുടെ CCTV ഫുട്ടേജും ആ പോയ സമയങ്ങളിലുള്ള എല്ലാ കടകളിലെയും ഫുട്ടേജ് എടുത്തു കഴിഞ്ഞാൽ കിട്ടാവുന്ന കേസേ ഉള്ളത്. ഇപ്പോൾ പോലീസുകാർ ഇതിനകത്ത് വേണ്ട രീതിയിൽ അന്വേഷിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി നമ്മുടെ നിയമം അങ്ങനെ ആയിരിക്കാം. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരാളെ ഇഷ്ടപ്പെട്ടു, അവളിറങ്ങിപ്പോയി, അതിനിപ്പോൾ എന്ത് ചെയ്യാനാ? മാൻ മിസ്സിങ്ങിന് കേസ് കൊടുത്തു കഴിഞ്ഞാൽ അവർ രണ്ടുപേരെയും വിളിപ്പിക്കുക, അവിടെ നിന്നിട്ട് സൈൻ ചെയ്യുക, എന്തെങ്കിലും പറഞ്ഞിട്ട് പോവുക. അല്ലാതെ ഇതിനകത്ത് വേറെ ഒന്നുമില്ല. അല്ലെങ്കിൽ ഇനിയിപ്പം കോടതിയിൽ പോവുക. അല്ലാതെ ഇതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും? പക്ഷെ വേണ്ട രീതിയിലുള്ള പ്രോപ്പർ അന്വേഷണം നടത്തണം. അതാണ് ചെയ്യേണ്ടത്. അത് ഇത് വെറുതെ എന്താ പറയണ്ട, വളരെ കെയർലെസ് ആയിട്ട് ഇതൊന്നും ഇത് സാധാരണ പോലെ തന്നെ ഒളിച്ചോട്ടം എന്നുള്ള രീതിയിൽ എഴുതി തള്ളാതെ ഈ സാധനമൊക്കെ പൊക്കിയിട്ട് ഇവരെയൊക്കെ വിളിപ്പിക്കണം. അവരെല്ലാവരെയും വിളിപ്പിച്ചിട്ട് സംസാരിച്ചിട്ട് എന്തു വെച്ചാൽ ഇതിനകത്തൊരു ധാരണ ഉണ്ടാക്കുന്നതായിരിക്കും. പക്ഷേ നിങ്ങളൊന്ന് ആലോചിക്കണം, ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെടുന്ന ഓരോ പ്രവാസികളും അവരൊക്കെ, അതായത് ഈ ഒരു വാർത്തയൊക്കെ കാണുമ്പം അവരുടെയൊക്കെ മനസ്സിലുണ്ടാകുന്ന ഒരു പേടിയും ഭയം എന്തായിരിക്കും അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്ക്. എത്രയോ ആൾക്കാർ എത്രയോ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. അവർക്കിങ്ങനെയുള്ള വാർത്തകൾ നാട്ടിലിങ്ങനെ സംഭവിക്കുമ്പം അവർക്ക് തന്നെ പേടിയാവും. കാര്യം ആ രീതിയിലാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുന്നത്. ഞാൻ എന്നും പറഞ്ഞ് എല്ലാ സ്ത്രീകളും ഇങ്ങനെയാണെന്നും പറഞ്ഞ് ഞാൻ ഒരിക്കലും അടിച്ചാക്ഷേപിക്കുമല്ല. പക്ഷെ സ്വാഭാവികമായിട്ട് ഇതൊരു മനുഷ്യൻ്റെ ഉള്ളിൽ ഒരു ടെൻഷനും പേടിയും ഭയവും ഒക്കെ വരത്തില്ലേ? ജനങ്ങൾ ഇതിലേക്ക് ഞാൻ പറയട്ടെ, ഏതൊരു കാര്യത്തിലും ജനങ്ങൾ പുറപ്പെട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഓപ്പറേഷൻ തൂഫാന് മാതിരി പോലീസും ജനങ്ങളും ഒന്നിച്ചിട്ട് ഇറങ്ങിയാൽ ഇതിനെ തുടച്ചു നീക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയൊന്നും നമ്മുടെ കേരളത്തിൽ ഇല്ല. മാത്രമല്ല അതുപോലെ തന്നെ ഇതിൽ ജനങ്ങൾ ഇത് കണ്ടുപിടിച്ചതുകൊണ്ടാണ് ഈ CC ക്യാമറ ദൃശ്യങ്ങൾ കിട്ടിയത്. എനിക്ക് തോന്നുന്നത് ഇവർ ഹസ്ബൻഡിന് ഓക്കെ. അപ്പോൾ എന്തായാലും ജനങ്ങൾ തുനിഞ്ഞിറങ്ങിയതിൻ്റെ പേരിൽ മാത്രമാണ് ഇപ്പോൾ ഈ ഫൂട്ടേജ് ഉൾപ്പെടെ വെളിയിൽ വന്നത്. ഇവരുടെ ആകെപ്പാടെ ഒരു ഒറ്റ ഫോട്ടോ, കൊച്ചുമായിട്ട് നിൽക്കുന്നൊരു ഫോട്ടോ മാത്രമേ ആൾക്കാർക്ക് അറിയൂ, അല്ലാതെ വേറെ ഒരു ഫോട്ടോ അറിയത്തില്ലായിരുന്നു. എന്തായാലും ഇപ്പോൾ അതിൻ്റെ CCTV ഫൂട്ടേജ് ഉൾപ്പെടെ വന്നിട്ടുണ്ട്. നമ്മളൊക്കെ കണ്ട ആ ഫോട്ടോയ്ക്കകത്ത് കണ്ട ആ ഒരു മഹാൻ തന്നെയാണ്
ഇവളുടെ കൂടെ ഉള്ളത്. എന്തായാലും ഒന്നും പറയണ്ട. എന്തായാലും ആ ഒരാളുടെ ജീവിതമാണ് ഇവിടെ സത്യം പറഞ്ഞാൽ നശിച്ചത്. ഉള്ള കാര്യം പറയാമല്ലോ. 8 വർഷത്തോളം ഒരുമിച്ച് ജീവിച്ച് അത് കഴിഞ്ഞ് കടബാധ്യതയും കാര്യങ്ങളും ഒക്കെ സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പുള്ളി ഗൾഫിൽ പോയത്. ഗൾഫിൽ പോയി 4 വർഷത്തോളം അവിടെ നിന്ന്, അതായത് ഈ ഒരു കൊച്ചിനെയും പിന്നെ ആ ഒരു ഭാര്യയും പുള്ളി അവരെല്ലാവരും സംരക്ഷിക്കണമെന്ന് വെച്ചിട്ടല്ലേ പുള്ളി പോയത്. പുള്ളിക്ക് വേണമായിരുന്നെങ്കിൽ ഈ നാട്ടിൽ നിൽക്കുന്ന സമയത്തെ അങ്ങ് ഉപേക്ഷിച്ച് കളയായിരുന്നല്ലോ. പക്ഷെ പുള്ളി അത് ചെയ്തിട്ടില്ല. പക്ഷേ ഇവിടെ നേരെ മറിച്ച് ഭാര്യ എന്ന് പറയുന്നൊരു വ്യക്തി എന്ത് ഇവിടെ കാണിച്ചേക്കുന്നത്. എന്തായാലും ഇനിയിപ്പം അവളുടെ ഭാഗത്തുള്ള ന്യായീകരണം കാണുമായിരിക്കും. അത് മിക്കവാറും താമസിക്കാതെ വരും. കാര്യം ഇത്രയും വിവാദമായ സ്ഥിതിക്ക് അവളുടെ ഭാഗത്ത് എന്തെങ്കിലും ഒരു ന്യായീകരണമായിട്ട് വരും. നിങ്ങൾ നോക്കിക്കോ. കാര്യം അവളുടെ ന്യായീകരണം കേട്ടിട്ട് ഇനി അവളെ സപ്പോർട്ട് ചെയ്യാനും കുറച്ച് ആൾക്കാർ ഇറങ്ങും. കേട്ടില്ല, അവൾ പറയുന്നതിനകത്ത് ന്യായമുണ്ട്, ഭർത്താവ് പരിഗണന തരുന്നില്ല, അപ്പോൾ പിന്നെ 100% ഒളിച്ചോടി പോകത്തില്ലേ എന്നുള്ളൊരു ചോദ്യം അവിടെ വരും. അത് തീർച്ചയായിട്ടും വരും. പക്ഷേ ഇതിനകത്ത് ആര് പറയുന്നത് വിശ്വസിക്കും, ആര് പറയുന്നത് സത്യമാവും എന്ന് പറയുന്ന ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേജിലോട്ടായിരിക്കും മിക്കവാറും പോകുന്നത് എല്ലാവരും. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.